ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങി ഇതിഹാസമായി മാറിയ സയൻസ് ഫിക്ഷൻ ചിത്രമാണ് ഇൻ്റർസ്റ്റെല്ലാർ. ഈ സിനിമയെ സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും സയൻസ് ക്ലാസ് എന്ന് വിളിക്കുന്നതാണ് ശരി. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ഭൂരിഭാഗവും ശാസ്ത്രത്തെ വളച്ചൊടിച്ച് ഫാൻറ്റസിയാക്കി മാറ്റിയ സിനിമകളാണ്. എന്നാൽ 2017 ഫിസിക്സിന് നോബൽ സമ്മാനം കരസ്ഥമാക്കിയ പ്രശസ്ത അമേരിക്കൻ തിയറിറ്റിക്കൽ ഫിസിസ്റ്റായ കിപ് ത്രോൺസിൻ്റെ സഹായത്തോടെ 2 മണിക്കൂർ 47 മിനിറ്റ് 7 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഇൻ്റർസ്റ്റെല്ലാറിലൂടെ ക്രിസ്റ്റഫർ നോളൻ നമുക്ക് കാണിച്ചു തന്നതെല്ലാം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം രൂപപ്പെടുത്തിയെടുത്തവയാണ്. അതുകൊണ്ട് തന്നെ നമ്മിൽ പലർക്കും ഈ സിനിമ ആദ്യ കാഴ്ചയിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടേയില്ല. പിന്നീട് പല തവണ കണ്ട ശേഷമാണ് ഏറെക്കുറെ മനസ്സിലായത്. അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തവയാണ്. ഇൻ്റർസ്റ്റെല്ലാർ എന്ന ഈ സിനിമയുടെ സമ്പൂർണ്ണ കഥയും ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സയൻസും നമ്മൾ വിശദമായി അറിയാൻ പോവുകയാണ്. കഥ നടക്കുന്നത് 2067 ലോകം മുഴുവൻ സസ്യജാലങ്ങളെ നശിപ്പിക്കുന്ന ബ്ലൈറ്റ് എന്ന പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള ആർക്കും തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. കൃഷിയിടങ്ങളെല്ലാം നശിച്ചുപോയി. ഈ വലിയ പകർച്ചവ്യാധിയെ അതിജീവിച്ച് വളരുന്നത് ചോളം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാവരും ചോളം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. നാസയിലെ മുൻ പൈലറ്റും എഞ്ചിനീയറും ആയിരുന്നു കഥാനായകനായ കൂപ്പർ. അദ്ദേഹവും ഇന്ന് ചോളമാണ് കൃഷി ചെയ്യുന്നത്. ബ്ലൈറ്റ് എന്ന ഈ പകർച്ചവ്യാധിക്ക് പുറമെ നിരന്തരമായി വീശിയടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പൊടിക്കാറ്റ്, അതിനു പുറമെ ആഗോള താപനം, അങ്ങനെ ഭൂമി വാസയോഗ്യമല്ലാതെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂപ്പറിന് ഭാര്യയില്ല. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ടോമും ഇളയ മകൾ മർഫിയും. ഈ സമയം മർഫി തൻ്റെ മുറിയിൽ വിചിത്രമായ പല കാര്യങ്ങളും കാണാറുണ്ടെന്നും ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് എന്നും തൻ്റെ മുറിയിൽ പ്രേതമുണ്ടെന്നും എല്ലാം പറയുന്നു. മർഫിയുടെ മുറിയിലെ ബുക്ക് ഷെൽഫിൽ നിന്നും ബുക്ക് താഴെ വീഴാറുണ്ട്. ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അത് മർഫിയുടെ വെറും തോന്നലായിരിക്കാം എന്ന് മാത്രം പറഞ്ഞ് കൂപ്പർ അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. മക്കളോട് ഒരുപാട് സ്നേഹവും വാത്സല്യവുമുള്ള പിതാവായിരുന്നു കൂപ്പർ. ഒരു ദിവസം അദ്ദേഹം തൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ ടയർ പഞ്ചറായിപ്പോയി. പുറത്തിറങ്ങി നിന്ന അവർക്ക് തൊട്ടു മുകളിലൂടെ ഒരു ഡ്രോൺ താഴ്ന്നു പറന്നു. പഞ്ചറായ കാർ സ്റ്റാർട്ട് ചെയ്ത് കൂപ്പറും മക്കളും ആ ഡ്രോണിന് പിന്നാലെ പാഞ്ഞു. അവസാനം ആ ഡ്രോണിനെ പിന്തുടർന്ന് അവർ അതിൻ്റെ സമീപത്തെത്തി. അത് ന്യൂഡൽഹിയിൽ നിന്നും നിയന്ത്രിക്കുന്ന 10 വർഷങ്ങൾക്ക് മുമ്പ് പറത്തിവിട്ട ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡ്രോണായിരുന്നു. പിന്നീടവർ ബേസ്ബോൾ മാച്ച് കണ്ടുകൊണ്ട് സ്റ്റേഡിയത്തിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീശിയടിക്കാറുള്ളതുപോലെ വലിയൊരു പൊടിക്കാറ്റ് വീശിയടിച്ചു. കൂപ്പർ മക്കളെയും അച്ഛനെയും കൂട്ടിക്കൊണ്ട് ആ പൊടിക്കാറ്റിനുള്ളിലൂടെ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവർ കണ്ടത് വീടിന് പുറത്തും അകത്തും പൊടി നിറഞ്ഞു കിടക്കുന്നതാണ്. തൻ്റെ മുറിയിലെ ജനൽ തുറന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മർഫി അതടയ്ക്കുന്നതിനായി മുകളിലേക്ക് ഓടി. മർഫിക്ക് പിന്നാലെ മർഫിയുടെ റൂമിലേക്ക് കൂപ്പറും ഓടിയെത്തി. മുറി മുഴുവൻ പൊടി നിറഞ്ഞു കിടക്കുകയാണ്. മകളെ മൂത്ത മകൻ ടോമിൻ്റെ റൂമിലേക്ക് അയച്ച ശേഷം കൂപ്പർ മർഫിയുടെ റൂം മുഴുവൻ പരിശോധിച്ചു. അപ്പോൾ കൂപ്പർ കണ്ടത് മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറിയ പൊടി മുഴുവൻ ഒരു പ്രത്യേക പാറ്റേൺ രീതിയിൽ കിടക്കുന്നതാണ്. തൻ്റെ കൈവശമുണ്ടായിരുന്ന ഒരു കോയിൻ അങ്ങോട്ട് എറിഞ്ഞു നോക്കിയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂപ്പറിന് മനസ്സിലായി. ഇത് പ്രേതമല്ല, ഗ്രാവിറ്റിയുടെ വ്യത്യാസമാണെന്ന് കൂപ്പർ മർഫിയോട് പറഞ്ഞു. കൂടാതെ ഇപ്പോൾ തറയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ബൈനറി സന്ദേശമാണ്. ഇതിൽ കട്ടി കൂടിയ ലൈൻ 1നെയും കട്ടി കുറഞ്ഞ ലൈൻ 0ത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ രഹസ്യ സന്ദേശം ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ച കൂപ്പറിന് മനസ്സിലായി ഇത് നാസയുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തുന്നതിനുള്ള സന്ദേശമാണ്. ഈ രഹസ്യ സന്ദേശം ഉപയോഗിച്ച് ആ സ്ഥലം മനസ്സിലാക്കിയ കൂപ്പറും മർഫിയും അങ്ങോട്ട് യാത്ര തിരിച്ചു. അങ്ങനെ കൂപ്പറും മർഫിയും നാസയുടെ നിയന്ത്രണത്തിലുള്ള വളരെ സീക്രട്ടായ ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് കൂപ്പർ പ്രൊഫസർ ബ്രാൻഡിനെയും സംഘത്തെയും പരിചയപ്പെട്ടു. പ്രൊഫസർ ബ്രാൻഡ് കൂപ്പറിനോട് പല കാര്യങ്ങളും പറഞ്ഞു. ഓരോ വർഷവും കഴിയുന്തോറും ഭൂമിയിലെ സസ്യങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചോളം മാത്രമേ ഉള്ളൂ. ഇതും തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കുക എന്നത് അസാധ്യമാണ്. ഇനി ഈ ഭൂമിയെ പഴയതുപോലെ ആക്കി തീർക്കുക എന്നത് മനുഷ്യരായ നമ്മെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും വാസയോഗ്യമായ മറ്റൊരു ഗ്രഹം നേടി പുറത്തേക്ക് പോവുക തന്നെ വേണം. പക്ഷേ ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കൊരിക്കലും നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ നിന്നും പുറത്തു പോകുവാൻ സാധിക്കില്ല. എന്നാൽ ശനിഗ്രഹത്തിൻ്റെ അടുത്ത് ഒരു വോം ഹോളുണ്ട്. അതിലൂടെ സഞ്ചരിച്ചാൽ 1000 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗാലക്സിക്കുള്ളിലെ ഗർഗൻറ്റുവ എന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്തെത്തും. ആ ബ്ലാക്ക് ഹോളിനെ ചുറ്റിക്കൊണ്ട് ധാരാളം ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമുണ്ട്.
10 വർഷങ്ങൾക്ക് മുമ്പ് നാസ 12 ആളുകളെ ഈ വോം ഹോളിലൂടെ അയച്ചിട്ടുണ്ട്. അവർ ചെന്നിറങ്ങുന്ന ഗ്രഹത്തെക്കുറിച്ച് വിശദമായി പഠിച്ച ശേഷം ആ ഗ്രഹം വാസയോഗ്യമാണെങ്കിൽ മാത്രം നാസയ്ക്ക് തിരികെ സന്ദേശം അയക്കുക എന്നതായിരുന്നു അവർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. ആ 12 പേരിൽ 3 പേർ മാത്രമാണ് തിരികെ നാസയിലേക്ക് സന്ദേശം അയച്ചത്. അതായത് ഭൂമിക്ക് സമാനമായ ആ 3 ഗ്രഹങ്ങളെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് വേണ്ടി നാസയ്ക്ക് 2 പദ്ധതികളാണുള്ളത്. ഉടനെ തന്നെ വലിയൊരു ബഹിരാകാശ പേടകം നിർമ്മിക്കുകയും ഭൂമിയിലുള്ള മനുഷ്യരെ അതിൽ കയറ്റി രക്ഷപ്പെടുത്തുകയും ചെയ്യുക. എന്നാൽ ഇത്രത്തോളം വലിയ സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കണമെങ്കിൽ ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കണം. പ്രൊഫസർ ബ്രാൻഡ് അതിനുള്ള ശ്രമങ്ങളിലാണ്. ഉടനെ തന്നെ താനത് കണ്ടെത്തുമെന്നും ഈ ഇക്വേഷൻ ഉപയോഗിച്ച് വലിയ ബഹിരാകാശ പേടകം നിർമ്മിക്കുമെന്നും ബ്രാൻഡ് കൂപ്പറിനോട് പറഞ്ഞു. അങ്ങനെ നിർമ്മിക്കുന്ന സ്പേസ് സ്റ്റേഷനിലേക്ക് ഭൂമിയിലെ മനുഷ്യരെ എല്ലാം കയറ്റി ആദ്യം കണ്ടെത്തിയ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും വാസയോഗ്യമായ ഗ്രഹത്തിലേക്ക് ഈ ഭൂമി ഉപേക്ഷിച്ച് പോവുക എന്നതാണ് ആദ്യത്തെ പദ്ധതി, അതായത് പ്ലാൻ എ. ഇനി ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഇത് സാധിച്ചില്ല എങ്കിൽ ഇതിനോടകം ശേഖരിച്ച് തണുപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്ന 5000 മനുഷ്യഭ്രൂണങ്ങൾ ബഹിരാകാശ പേടകത്തിൽ കയറ്റി വോം ഹോളിലൂടെ സഞ്ചരിച്ച് നേരത്തെ കണ്ടെത്തിയ 3 ഗ്രഹങ്ങളിൽ ഏറ്റവും വാസയോഗ്യമായ ഗ്രഹത്തിൽ എത്തിച്ച് അവിടെ മനുഷ്യരാശിയെ വളർത്തിയെടുക്കുക. അപ്പോൾ ഭൂമി നശിച്ചാലും മനുഷ്യൻ നശിക്കില്ല. ഇതാണ് രണ്ടാമത്തെ പദ്ധതി, പ്ലാൻ ബി. ഈ പറഞ്ഞ 2 പദ്ധതികളും നടക്കണമെങ്കിൽ ആദ്യം കണ്ടെത്തിയ 3 ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹമാണ് മനുഷ്യന് ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് എന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി നാസ അയക്കുന്ന ടീമിൽ കൂപ്പറും ഉണ്ടായിരിക്കണം എന്ന് പ്രൊഫസർ ബ്രാൻഡ് പറഞ്ഞു. കൂപ്പർ നാസയുടെ പഴയൊരു പൈലറ്റ് ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ മാത്രമല്ല, പ്രൊഫസർ ബ്രാൻഡിൻ്റെ വിശ്വാസപ്രകാരം ശനിയുടെ സമീപത്ത് വോം ഹോൾ നിർമ്മിച്ച ദയാണ് ചില സന്ദേശങ്ങൾ നൽകി കൂപ്പറിനെ വീണ്ടും നാസയിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് ഈ പുതിയ ടീമിൽ കൂപ്പറും ജോയിൻ ചെയ്യണമെന്ന് പ്രൊഫസർ ആവശ്യപ്പെടുന്നത്. കൂപ്പറും സംഘവും ഈ 3 ഗ്രഹങ്ങളിൽ ഏതാണ് ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമെന്ന് കണ്ടെത്തിയ ശേഷം നാസയിലേക്ക് സിഗ്നൽ അയക്കണം. അതിനുള്ളിൽ പ്രൊഫസർ ബ്രാൻഡ് ഈ ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്ത് സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ച് മനുഷ്യരെ ഭൂമിയിൽ നിന്നും രക്ഷപ്പെടുത്തും. കൂപ്പർ പോകാമെന്ന് സമ്മതിച്ചു. എന്നാൽ തൻ്റെ പിതാവിനെ പിരിയുവാൻ കൂപ്പറിൻ്റെ മകൾ മെർഫിക്ക് സമ്മതമായിരുന്നില്ല. പിറ്റേന്ന് പോകാൻ നേരമായപ്പോൾ കരഞ്ഞു തളർന്നു കിടക്കുന്ന തൻ്റെ മകൾ മെർഫിയെ ആശ്വസിപ്പിക്കുന്നതിനായി കൂപ്പർ അവളുടെ റൂമിലെത്തി. അപ്പോൾ മെർഫി കൂപ്പറിനോട് പറഞ്ഞത് ബുക്ക് ഷെൽഫിൽ നിന്നും ലഭിച്ച സന്ദേശങ്ങൾ താൻ ഡീകോഡ് ചെയ്ത് നോക്കിയപ്പോൾ തനിക്ക് ലഭിച്ചത് സ്റ്റേ എന്ന വാക്കാണ്. അതുകൊണ്ട് പോകരുത് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. കൂപ്പർ മകളെ ആശ്വസിപ്പിച്ചു. തൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെയുള്ള മറ്റൊരു വാച്ചിൽ ഒരേ സമയം ആക്കിയ ശേഷം കൂപ്പർ മെർഫിക്ക് നൽകി. താൻ വേം ഹോളിലൂടെ സഞ്ചരിച്ച് ബ്ലാക്ക് ഹോളിൻ്റെ സമീപത്തെത്തി തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് 2 പേർക്കും ഒരേ പ്രായമായിരിക്കും. അങ്ങനെ പറഞ്ഞ് കൂപ്പർ ആ വാച്ച് മെർഫിക്ക് നൽകി. കരഞ്ഞു തളർന്നു കിടക്കുന്ന തൻ്റെ മകളെ ആശ്വസിപ്പിച്ച ശേഷം കൂപ്പർ ആ മുറി വിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് താഴെ വീണു. പുറത്ത് തന്നെയും നോക്കി നിൽക്കുന്ന മകൻ ടോമിനോടും അച്ഛനോടും യാത്ര പറഞ്ഞ ശേഷം കൂപ്പർ തൻ്റെ യാത്ര ആരംഭിച്ചു. ഈ യാത്രയിൽ കൂപ്പർ അടക്കം 4 പേരാണുള്ളത്. കൂപ്പർ, ഡോയ്ലി, പ്രൊഫസർ ബ്രാൻഡിൻ്റെ മകൾ അമേലിയ, റോംലി. ഇവരെ കൂടാതെ കേസ് സ്റ്റാർസ് എന്നീ 2 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് റോബോട്ടുകളുമുണ്ട്. എൻഡ്യൂറൻസ് എന്നു പേരുള്ള വലിയൊരു സ്പേസ് ഷിപ്പിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം ശനിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന വോം ഹോളിൻ്റെ അടുത്തെത്തുക എന്നതാണ്. അതിന് ഏകദേശം 2 വർഷത്തോളം സമയം വേണ്ടിവരും. അതുകൊണ്ട് അത്രയും നാൾ അവരെല്ലാവരും ക്രയോ സ്ലീപ്പിലായിരുന്നു. നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷം അവർ ശനിയുടെ സമീപത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വേം ഹോൾ അവർ തങ്ങളുടെ തൊട്ട് മുൻപിൽ കണ്ടു. റൊമേലി കൂപ്പറിനോട് ഈ വോം ഹോളിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയെല്ലാം വിശദീകരിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. തുടർന്ന് അവർ ആ വോം ഹോളിലേക്ക് പ്രവേശിച്ചു. അമിത വേഗതയിലാണ് വോം ഹോളിലൂടെ അവർ സഞ്ചരിച്ചത്. അവസാനം ആ വോം ഹോളിൽ നിന്നും അവർ പുറത്തു വന്നത് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയും കടന്ന് മറ്റൊരു ഗാലക്സിയിലേക്കായിരുന്നു. ഇപ്പോൾ അവർ കാണുന്നത് ഗാർഗൻറ്റുവ എന്ന് പേരിട്ടിരിക്കുന്ന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെയാണ്. ഈ ബ്ലാക്ക് ഹോളിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 3 ഗ്രഹങ്ങളിലാണ് മനുഷ്യവാസം സാധ്യമാണെന്ന് നേരത്തെ കണ്ടെത്തിയത്. അതിൽ ഡോക്ടർ മാൻ കണ്ടെത്തിയ പ്ലാനറ്റിനെ മാൻസ് പ്ലാനറ്റ് എന്നും, മില്ലർ കണ്ടെത്തിയ പ്ലാനറ്റിനെ മില്ലർ പ്ലാനറ്റ് എന്നും, എഡ്മണ്ട് കണ്ടെത്തിയ പ്ലാനറ്റിനെ എഡ്മണ്ട്സ് പ്ലാനറ്റ് എന്നുമാണ് വിളിക്കുന്നത്. ഇവയിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ളത് മില്ലർ പ്ലാനറ്റിലാണ്. അതുകൊണ്ട് തന്നെ മില്ലർ പ്ലാനറ്റിൽ ആദ്യം പോകുവാൻ അവർ തീരുമാനിച്ചു. എൻഡ്യൂറൻസ് സ്പേസ് ഷിപ്പിനെ ബഹിരാകാശത്ത് നിർത്തിക്കൊണ്ട് ഒരു ലാൻഡർ സ്പേസ് ക്രാഫ്റ്റിലാണ് അവർ ഈ പ്ലാനറ്റിൽ ഇറങ്ങാൻ തീരുമാനിച്ചത്. കൂപ്പറും അമേലിയയും ഡോയിലുമാണ് സ്പേസ് ക്രാഫ്റ്റിൽ മില്ലർ പ്ലാനറ്റിലേക്ക് പോകുന്നത്. റോംലി സ്പേസ് ഷിപ്പിൽ തന്നെ അവരെ കാത്തു നിൽക്കും. പോകുന്നതിനേക്കാൾ മുൻപ് ഒരു ബ്ലാക്ക് ഹോളിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഈ മില്ലർ പ്ലാനറ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം അവർക്ക് നൽകി.
ഭൂമിയേക്കാളും ഒരുപാട് ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ള ഈ പ്ലാനറ്റിലെ റിലേറ്റീവ് ടൈം ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പതിയെയായിരിക്കും സഞ്ചരിക്കുന്നത്. മില്ലർ പ്ലാനറ്റിനുള്ളിലുള്ള 1 മണിക്കൂർ എന്നത് നമ്മുടെ ഭൂമിയിലെ 7 വർഷങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഉടനെ തിരികെ വരണം എന്നും നിർദ്ദേശിച്ച് അദ്ദേഹം അവരെ യാത്രയച്ചു. മില്ലർ പ്ലാനറ്റ് പൂർണ്ണമായും ജലം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രഹമായിരുന്നു. ആ ഗ്രഹത്തിൽ കരഭാഗമില്ല. വെള്ളത്തിൽ ലാൻഡ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ആദ്യം കണ്ടത് ഈ ഗ്രഹം വാസയോഗ്യമാണെന്ന് നാസയെ അറിയിച്ച ലോറ മില്ലറുടെ സ്പേസ് ക്രാഫ്റ്റ് തകർന്നു കിടക്കുന്നതാണ്. അവർ പ്ലാനറ്റിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് വളരെ അപ്രതീക്ഷിതമായി വലിയൊരു അപകടം സംഭവിക്കുകയാണ്. ഒരുപാട് ഉയരത്തിൽ അവർക്ക് നേരെ തിരമാല വരുന്നു. ആ അപകടത്തിൽ നിന്നും അമേലിയയെ കേസ് എന്ന റോബോട്ട് വളരെ തിടുക്കത്തിൽ ചെന്ന് എടുത്തുകൊണ്ട് സ്പേസ് ക്രാഫ്റ്റിൽ കയറ്റി. എന്നാൽ ഡോയേലിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അദ്ദേഹം മില്ലർ പ്ലാനറ്റിൽ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. ഈ സമയത്തിനുള്ളിൽ സ്പേസ് ക്രാഫ്റ്റിൽ വെള്ളം കയറി. അങ്ങനെ കുറച്ച് മണിക്കൂറുകൾ അവർ ഈ മില്ലർ പ്ലാനറ്റിൽ കുടുങ്ങിപ്പോയി. അവസാനം അപകടത്തെ അതിജീവിച്ച് ഉയർന്നു പറന്ന് എൻഡ്യൂറൻസ് സ്പേസ് ഷിപ്പിൽ എത്തിയപ്പോഴേക്കും അവർക്ക് കാണുവാൻ സാധിച്ചത് പ്രായമായ റോമിലിയെയാണ്. മില്ലർ പ്ലാനറ്റിലെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട് എൻഡ്യൂറൻസിൽ എത്തിയപ്പോഴേക്കും അവർക്ക് നഷ്ടമായി പോയത് ഭൂമിയിലെ നീണ്ട 23 വർഷങ്ങളാണ്. ഈ വർഷങ്ങൾക്കുള്ളിൽ കൂപ്പറിന് വീട്ടിൽ നിന്നും ഒരുപാട് വീഡിയോ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു. കൂപ്പർ യാത്ര തിരിക്കുമ്പോൾ കൊച്ചുകുട്ടിയായിരുന്ന മെർഫിക്കിപ്പോൾ കൂപ്പറിൻ്റെ അത്രത്തോളം പ്രായമായി. മൂത്ത മകൻ ടോമിന് ഒരു കുഞ്ഞ് ജനിച്ചു. അവരുടെ മുത്തശ്ശൻ മരിച്ചുപോയി. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടങ്ങളെ ഓർത്ത് കൂപ്പർ ഒരുപാട് കരഞ്ഞു. അടുത്തതായി അവർ പോകാൻ തീരുമാനിച്ചത് ഡോക്ടർ മാൻ കണ്ടെത്തിയ മാൻസ് പ്ലാനറ്റിലേക്കാണ്. ഇതേ സമയം ഭൂമിയിൽ പ്രൊഫസർ ബ്രാൻഡ് മരണക്കിടക്കയിൽ കിടക്കുകയാണ്. തൻ്റെ സമീപത്ത് നിൽക്കുന്ന കൂപ്പറിൻ്റെ മകൾ മേർഫിയോട് അദ്ദേഹം ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തി. കൂപ്പറിനോട് താൻ പറഞ്ഞ പ്ലാൻ എ എന്നത് ഒരിക്കലും നടക്കാത്ത ഒരു കള്ളമായിരുന്നു. കാരണം ബ്ലാക്ക് ഹോളിനുള്ളിലുള്ള സിംഗുലാരിറ്റിയിലെ ഡേറ്റകൾ ലഭിക്കാതെ ഒരിക്കലും ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യുവാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ ബഹിരാകാശ പേടകം നിർമ്മിച്ച് ഭൂമിയിലെ മനുഷ്യരെ രക്ഷിക്കുക എന്നത് അസാധ്യമാണ്. മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യരെ വളർത്തിയെടുക്കുന്ന പ്ലാൻ ബി മാത്രമേ നമുക്ക് നടത്താൻ കഴിയൂ. ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രൊഫസർ ബ്രാൻഡ് മരണമടഞ്ഞു. ഈ സമയം കൂപ്പറും സംഘവും മാൻസ് പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇതൊരു തണുത്ത ഗ്രഹമാണ്. തണുത്തത് എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ പോലും തണുത്തുറഞ്ഞു നിൽക്കുന്ന വിചിത്ര ഗ്രഹം. ഈ ഗ്രഹം ആദ്യമായി കണ്ടെത്തിയ ഡോക്ടർ മാൻ അതുവരെ ക്രയോ സ്ലീപ്പിലായിരുന്നു. കൂപ്പറാണ് അദ്ദേഹത്തെ ക്രയോ സ്ലീപ്പിൽ നിന്നും വിളിച്ചുണർത്തുന്നത്. തന്നോട് പ്രൊഫസർ ബ്രാൻഡ് പറഞ്ഞ സത്യങ്ങളെല്ലാം കൂപ്പറിൻ്റെ മകൾ മെർഫി ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അവരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം കേട്ട കൂപ്പറിനും അമേലിയയ്ക്കും ദേഷ്യവും വിഷമവും വന്നു. ഇപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം സത്യമാണെന്നും ഇതെല്ലാം തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും ഡോക്ടർ മാൻ അപ്പോൾ അവരോട് പറഞ്ഞു. ഇപ്പോൾ നിൽക്കുന്ന ഈ മാൻസ് പ്ലാനറ്റ് എന്ന ഗ്രഹം ഒരു സർഫസ് പോലും ഇല്ലാത്ത ഗ്രഹമാണ്. ഒരിക്കലും ഇവിടെ ജീവൻ നിലനിൽക്കാൻ സാധ്യതയില്ല. ഡോക്ടർ മാൻ വളരെ തെറ്റായൊരു സന്ദേശമാണ് നാസയ്ക്ക് അയച്ചു നൽകിയത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റോമിലിരിക്കുന്ന സ്പേസ് ക്രാഫ്റ്റ് പൊട്ടിത്തെറിക്കുകയും അദ്ദേഹം മരണമടയുകയും ചെയ്തു. ഇത് കണ്ട് പകച്ചു നിന്ന കൂപ്പറിനെ താഴേക്ക് തള്ളിയിട്ട ശേഷം ഡോക്ടർ മാൻ സ്പേസ് ക്രാഫ്റ്റുമെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. താഴേക്ക് വീണുപോയ കൂപ്പറിനെ ഉടനെ തന്നെ അമേലിയയും റോബോട്ടും രക്ഷപ്പെടുത്തി മറ്റൊരു സ്പേസ് ക്രാഫ്റ്റിൽ മാനിൻ്റെ പിന്നാലെ മാൻസ് പ്ലാനറ്റിൽ നിന്നും പുറത്തേക്ക് പോയി. ബഹിരാകാശത്ത് നിൽക്കുന്ന എൻഡ്യൂറൻസ് സ്പേസ് ഷിപ്പിൻ്റെ സമീപത്തേക്ക് ആദ്യമെത്തിയ ഡോക്ടർ മാൻ തൻ്റെ സ്പേസ് ക്രാഫ്റ്റ് എൻഡ്യൂറൻസിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സംഭവിച്ച വലിയൊരു അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ ഒരു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ടുപോയ എൻഡ്യൂറൻസിനെ കൂപ്പർ അതിവിദഗ്ധമായി തൻ്റെ നിയന്ത്രണത്തിലാക്കി. അതിനുശേഷം അവരുടെ സ്പേസ് ക്രാഫ്റ്റ് എൻഡ്യൂറൻസുമായി കണക്ട് ചെയ്തു. ഈ വലിയ ദൗത്യത്തിൽ ഇനി മിച്ചമായുള്ളത് കൂപ്പറും അമേലിയയും 2 റോബോട്ടുകളും മാത്രമാണ്. നാസയിൽ നിന്നും ആദ്യം പോയ സംഘത്തിൽപ്പെട്ടവർ കണ്ടുപിടിച്ച 3 വാസയോഗ്യമായ ഗ്രഹങ്ങളിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളും വാസയോഗ്യമല്ല എന്നവർക്ക് മനസ്സിലായി. ഇനി മിച്ചമായുള്ളതും അവസാനത്തെ ലക്ഷ്യസ്ഥാനവും എഡ്മണ്ട് പ്ലാനറ്റാണ്. എഡ്മണ്ട് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗർഗാൻറ്റുവ ബ്ലാക്ക് ഹോളിൻ്റെ മറുവശത്താണ്. ഈ സമയത്ത് തന്നെ ബ്ലാക്ക് ഹോൾ എൻഡ്യൂറൻസിനെ തൻ്റെ ഉള്ളിലേക്ക് ചെറുതായി വലിക്കുന്നുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ അതിശക്തമായ ഈ പുള്ളിനെ അതിജീവിച്ചുകൊണ്ട് എഡ്മണ്ട് പ്ലാനറ്റ് വരെ സഞ്ചരിക്കുന്നതിനുള്ള ഇന്ധനം എൻഡ്യൂറൻസിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് മാത്രമേ അങ്ങോട്ട് യാത്ര ചെയ്യുവാൻ സാധിക്കൂ. കൂപ്പർ അതിനുള്ള ശ്രമങ്ങൾ തുടർന്നു. എന്നാൽ സ്പേസ് ഷിപ്പിൽ ഇപ്പോൾ മാസ് വളരെ കൂടുതലാണ്. മാസ് കുറച്ചാൽ മാത്രമേ ഇനി സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കൂ. അതിനുവേണ്ടി ഒരു ലാൻഡർ സ്പേസ് ക്രാഫ്റ്റിനെ എൻഡ്യൂറൻസിൽ നിന്നും ബ്ലാക്ക് ഹോളിലേക്ക് പുറന്തള്ളാൻ കൂപ്പർ തീരുമാനിച്ചു. അങ്ങനെ ടാർസ് റോബോട്ട് ഉണ്ടായിരുന്ന ലാൻഡർ സ്പേസ് ക്രാഫ്റ്റ് ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് ബ്ലാക്ക് ഹോളിലേക്ക് പോയി. കൂപ്പർ ഇരിക്കുന്ന ലാൻഡറിലെ ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡറും എൻഡ്യൂറൻസിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം.
അങ്ങനെ കൂപ്പർ തൻ്റെ ലാൻഡറിനോടൊപ്പം എൻഡ്യൂറൻസിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് ബ്ലാക്ക് ഹോളിലേക്ക് വീണു. ഇതിൻ്റെ ഫലമായി എൻഡ്യൂറൻസിൻ്റെ മാസ് കുറഞ്ഞു. അങ്ങനെ എൻഡ്യൂറൻസ് അമേലിയയെയും കേസ് എന്ന റോബോട്ടിനെയും കൊണ്ട് എഡ്മൺ പ്ലാനറ്റിലേക്ക് പോയി. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും ഗുരുത്വാകർഷണ ബലം കൂടിയ ബ്ലാക്ക് ഹോൾ എന്ന പ്രതിഭാസത്തിനുള്ളിലേക്കാണ് ആദ്യം ടാർസും തൊട്ടു പിന്നാലെ കൂപ്പറും വീണത്. ബ്ലാക്ക് ഹോളിലേക്ക് വീണ കൂപ്പറിനെ വളരെ വേഗതയിൽ ബ്ലാക്ക് ഹോൾ ഉള്ളിലേക്ക് വലിച്ചു. സ്പേസ് ക്രാഫ്റ്റിൽ നിന്നും കൂപ്പർ പുറത്തേക്ക് വീണത് ടെസറാറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ്. ഒരുപാട് ലൈനുകളും ക്യൂബുകളും ഉള്ള ലൈബ്രറി എന്ന പോലെ തോന്നിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. കൂപ്പറിനോടൊപ്പം അവിടെ എത്തിയ AI സാങ്കേതിക വിദ്യയുള്ള ടാർസ് എന്ന റോബോട്ട് അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഇത് 5 ഡയമെൻഷണൽ സ്പേസിൽ ജീവിക്കുന്ന ദേ എന്ന പുരോഗമന സമൂഹം നമുക്ക് വേണ്ടി മാത്രമായി നിർമ്മിച്ച ഒരു ടെസറാറ്റാണ്. അവർക്ക് സമയമെന്നത് ഒരു ഡയമെൻഷൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതുവഴി നമുക്ക് കഴിഞ്ഞുപോയ നമ്മുടെ ഭൂതകാലങ്ങൾ കാണാൻ സാധിക്കും. ഭൂതകാലം കാണാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. അവിടേക്ക് പോകുവാനോ ഭൂതകാലത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാനോ നമുക്ക് സാധിക്കില്ല. ഏത് ഡയമെൻഷനിലൂടെയും കടന്നു പോകാൻ സാധിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തെ മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കൂ. കൂപ്പറിന് അതിലൂടെ നോക്കിയപ്പോൾ കാണുവാൻ സാധിച്ചത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. തൊട്ടു മുന്നിൽ തൻ്റെ മകൾ മർഫിയുടെ റൂം. അദ്ദേഹം മകളോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഒരുപാട് ഒച്ച വെച്ച് നോക്കി. പക്ഷേ ഒന്നും അവൾ കേൾക്കുന്നില്ല. ദേഷ്യവും വിഷമവും എന്ന കൂപ്പർ ടെസറാറ്റിൽ ഇടിച്ചു. മർഫിയുടെ ഷെൽഫിലിരുന്ന ഒരു ബുക്ക് താഴെ വീണു. സിനിമയുടെ തുടക്കത്തിൽ മർഫി തൻ്റെ റൂമിൽ പ്രേതമുണ്ടെന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടാകുമല്ലോ. മർഫി കണ്ട ആ പ്രേതം അവളുടെ പിതാവായ കൂപ്പർ തന്നെയാണ്. പിന്നീട് ടാർസിൽ നിന്നും ലഭിച്ച വിവരങ്ങളനുസരിച്ച് നാസയുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് പോകുന്നതിനുള്ള കാര്യം ചില കോഡുകൾ ഉപയോഗിച്ച് ടെസറാറ്റിൽ നിന്നുകൊണ്ട് കൂപ്പർ അവരെ അറിയിച്ചു. ടെസറാറ്റിലൂടെ നോക്കിയപ്പോൾ കൂപ്പറിന് കാണുവാൻ സാധിച്ചത് മർഫിയുടെ മുറിയിലെ പല ടൈം ലൈനുകളെയാണ്. കൂപ്പർ ഈ ദൗത്യത്തിന് പോകുന്ന ദിവസം അദ്ദേഹം ടെസറാറ്റിലൂടെ കണ്ടെത്തി. ഈ മിഷനിൽ പങ്കെടുക്കരുത് എന്ന് ടെസറാറ്റിൽ നിന്നുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു. പക്ഷേ ആർക്കും കേൾക്കുവാൻ സാധിച്ചില്ല. ദേഷ്യത്തോടെ കൂപ്പർ ഷെൽഫിൽ അടിക്കുകയും ഒരു ബുക്ക് താഴെ വീഴുകയും ചെയ്തു. മർഫിയുടെ റൂമിൽ നിന്നും കൂപ്പർ പുറത്തേക്കിറങ്ങുന്ന സമയത്ത് ഷെൽഫിൽ നിന്നും ഒരു ബുക്ക് താഴെ വീഴുന്ന സീൻ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഇതിനിടയിൽ ഈ ഒരു ദൗത്യത്തിൽ കൂപ്പർ പങ്കെടുക്കരുത് എന്ന് പല കോഡുകളിലൂടെ അദ്ദേഹം മർഫിയെ അറിയിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ കോഡുകൾ മർഫി ഡീകോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സ്റ്റേ എന്ന വാക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ടാർസ് ഭൂതകാലത്തെ മാറ്റുന്നതിന് വേണ്ടിയല്ല അവർ നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. മാത്രമല്ല സിംഗുലാരിറ്റിയിൽ നിന്നും ലഭിക്കേണ്ട ഡേറ്റകളെല്ലാം തനിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഭൂമിയിലുള്ള സകലരെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് തനിക്ക് മനസ്സിലായ കാര്യം കൂപ്പർ പറഞ്ഞു. ഇതുവഴി നമ്മുടെ ഭൂതകാലത്തിൽ ഒരു മാറ്റവും വരുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഭൂതകാലത്തിന് ഇത് നിർമ്മിച്ച ദേയുടെ ഭാവി കാലവുമായി ബന്ധമുണ്ട്. അതായത് ദേ എന്നത് അന്യഗ്രഹ ജീവികളല്ല, അത് ഒരുപാട് പുരോഗതി പ്രാപിച്ച മനുഷ്യൻ തന്നെയാണ്. ഇപ്പോഴാണ് കൂപ്പറിന് ഇതുവരെ നടന്നതെല്ലാം മനസ്സിലായത്. കൂപ്പർ തന്നെയാണ് കൂപ്പറിനെ ഇതുവരെ എത്തിച്ചതും. അതായത് ടെസറാറ്റിലൂടെ കൂപ്പർ തന്നെയാണ് മർഫിയുടെ റൂമിൽ കോഡുകൾ അയച്ചതും അത് ഡീകോഡ് ചെയ്തെടുത്ത് നാസയുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തിയതും. ഇനി കൂപ്പർ വിചാരിച്ചാൽ ഭൂമിയിലെ എല്ലാവരെയും രക്ഷിക്കാൻ സാധിക്കും. ടാർസ് സിംഗുലാരിറ്റിയിൽ നിന്നും കണ്ടെത്തിയ ഡേറ്റകളെല്ലാം ടെസറാറ്റ് വഴി മർഫിയെ അറിയിച്ചു കഴിഞ്ഞാൽ മർഫിക്ക് ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പ്രൊഫസർ ബ്രാൻഡ് പറഞ്ഞ പ്ലാൻ എ നടപ്പിലാക്കാം. മർഫിക്ക് ഈ ഡേറ്റകളെല്ലാം നൽകുന്നതിനുള്ള ശ്രമങ്ങൾ കൂപ്പർ തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിക്കാൻ തീരുമാനിച്ചത് ചെറുപ്പത്തിൽ മർഫിക്ക് കൊടുത്ത വാച്ചിലെ സെക്കൻഡ് സൂചിയാണ്. ആ വാച്ചിലെ സെക്കൻഡ് സൂചി വഴി ഡോട്ട് ഡാഷ് എന്ന കോഡാക്കി മാറ്റി മർഫിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. റൂമിലേക്ക് കയറി വന്ന മർഫി വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ചലനം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ പിതാവ് എന്തോ തന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായി. അവൾ ഉടനെ തന്നെ ആ കോഡ് ഡീകോഡ് ചെയ്തെടുത്തു. ഇതോടെ ടെസറാറ്റിനുള്ളിൽ കൂപ്പറിന് ചെയ്യാനുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ സ്ഥലം മുഴുവൻ ചേഞ്ച് ആവുകയും കൂപ്പർ വളരെ വേഗതയിൽ ബ്ലാക്ക് ഹോളിൽ നിന്നും പുറത്തു വരികയും വോം ഹോളിലൂടെ സഞ്ചരിച്ച് വോം ഹോളിൽ നിന്നും പുറത്തു വന്ന് ശനിയുടെ സമീപത്ത് എത്തുകയും ചെയ്തു. വോം ഹോളിലൂടെ തിരികെ വന്ന കൂപ്പറിനെ ശനിയുടെ സമീപത്തു നിന്നും മറ്റാരോ രക്ഷപ്പെടുത്തി. ബോധം വന്നു കഴിഞ്ഞപ്പോൾ കൂപ്പറിന് കാണുവാൻ സാധിച്ചത് താൻ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നതാണ്. കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് കൂപ്പർ സ്റ്റേഷനാണ്. നമ്മൾ ശനി ഗ്രഹത്തെയാണ് വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. കൂപ്പർ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 124 വയസ്സാകുമായിരുന്നു. മറ്റൊരാളുടെ കൂടെ കൂപ്പർ ഈ സ്റ്റേഷൻ മുഴുവൻ നടന്നു കണ്ടു. അവർ കൂപ്പറിന് എല്ലാം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ടെസറാറ്റിൽ നിന്നും കൂപ്പർ അയച്ചു കൊടുത്ത കോഡുകളെല്ലാം ഡീകോഡ് ചെയ്ത്
മകൾ മർഫിയാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചത്. അവൾ ഈ സ്റ്റേഷന് അച്ഛൻ്റെ പേര് തന്നെ ഇടുകയും ചെയ്തു. കൂപ്പർ സ്റ്റേഷനിൽ മർഫി അവരുടെ പഴയ വീടിരുന്ന സ്ഥലം അതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്തതായി കൂപ്പർ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ മർഫിയെ കാണാൻ പോവുകയാണ്. അവൾക്ക് ഒരുപാട് പ്രായമായി, പടുവൃദ്ധയായി മരണക്കിടക്കയിലാണ് കിടക്കുന്നത്. അവൾക്ക് ചുറ്റിലും മക്കളും കൊച്ചുമക്കളും എല്ലാമുണ്ട്. മർഫി, നീ പണ്ട് പറയാറുള്ള നിന്റെ മുറിയിലെ ആ പ്രേതം അത് ഞാനായിരുന്നു, കൂപ്പർ മർഫിയോട് പറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം താൻ മരിക്കുന്നതിന് മുൻപ് പിതാവിനെ നേരിട്ട് കണ്ട സന്തോഷത്തിലാണ് മർഫി. ഒരു പിതാവും തൻ്റെ മകൾ മരിക്കുന്നത് നേരിട്ട് കാണാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് കൂപ്പറിനോട് വീണ്ടും വോം ഹോളിലൂടെ സഞ്ചരിച്ച് എഡ്മണ്ട് പ്ലാനറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അമേലിയയുടെ അടുത്തേക്ക് പോകുവാൻ മർഫി ആവശ്യപ്പെട്ടു. അങ്ങനെ മകളോടും മറ്റു കുടുംബാംഗങ്ങളോടും യാത്ര പറഞ്ഞ് അവളുടെ ആവശ്യപ്രകാരം കൂപ്പറും ചാൾസും അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിൽ എഡ്മണ്ട് പ്ലാനറ്റിലേക്കുള്ള യാത്ര തുടങ്ങി. ഇതേ സമയം അമേലിയ എഡ്മണ്ട് പ്ലാനറ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അവിടെ അവൾക്ക് കാണുവാൻ സാധിച്ചത് കല്ലുകൾ വീണ് മരിച്ചു കിടക്കുന്ന ഈ ഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയ ആളും അവളുടെ കാമുകനുമായ എഡ്മണ്ടിനെയാണ്. അമേലിയ ഹെൽമെറ്റൂരി ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് നടന്നു പോകുന്നതോടെയാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് ആദ്യം കണ്ടെത്തിയ 3 പ്ലാനറ്റുകളിൽ മനുഷ്യരാശിക്ക് ജീവിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഈ എഡ്മണ്ട് പ്ലാനറ്റാണ്. ഇൻറ്റർസ്റ്റെല്ലർ എന്ന ഈ സിനിമ പല തവണ കണ്ട ശേഷമായിരിക്കും നമ്മിൽ പലർക്കും ഈ സിനിമ ഒരു പരിധിവരെയെങ്കിലും മനസ്സിലാക്കുവാൻ സാധിച്ചത്. വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ സിനിമയിലെ സയൻസ് ഭാഗങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് 2017 ഫിസിക്സിന് നോബൽ സമ്മാനം കരസ്ഥമാക്കിയ അമേരിക്കൻ തിയറിറ്റിക്കൽ ഫിസിസ്റ്റായ കിപ്പ് ത്രോൺ ആണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് എങ്കിലും അദ്ദേഹം സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സയൻസിനെ ആർക്കും മനസ്സിലാകുന്ന വിധത്തിൽ വളരെ ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു. ദ സയൻസ് ഓഫ് ഇൻറ്റർസ്റ്റെല്ലർ എന്ന പുസ്തകം. 2014 ഈ സിനിമ പുറത്തിറങ്ങിയത് എന്ന് നമുക്കറിയാം. അന്ന് പുറത്തിറങ്ങിയ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹോള് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. എന്നാൽ 2014 ബ്ലാക്ക് ഹോളിൻ്റെ യഥാർത്ഥ ചിത്രം ലോകം കണ്ടിട്ടേയില്ല. ആദ്യമായി ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തുന്നത് 2019 ഏപ്രിൽ മാസം 10-ാം തീയതിയാണ്. അന്ന് ലോകം കണ്ട M87 എന്ന ഗാലക്സിയുടെ മധ്യഭാഗത്തുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രവും അതിനേക്കാളും 5 വർഷങ്ങൾക്ക് മുമ്പേ ഇൻറ്റർസ്റ്റെല്ലർ എന്ന സിനിമയിൽ കണ്ട ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രവും ഒരേപോലെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ശാസ്ത്രീയമായി എത്രത്തോളം കൃത്യതയോടെയാണ് ക്രിസ്റ്റഫർ നോളൻ ഇൻറ്റർസ്റ്റെല്ലർ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സിനിമ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നതും മനസ്സിലാക്കാൻ ഏറ്റവും പ്രയാസമുള്ളതും സിനിമയുടെ അവസാന ഭാഗമായ ബ്ലാക്ക് ഹോളിനുള്ളിലെ രംഗങ്ങളാണ്. ബ്ലാക്ക് ഹോളിനുള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പ്രകാശം പോലും തിരികെ വരില്ല എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ബ്ലാക്ക് ഹോളിൽ വീണുപോയാൽ ഞെരിഞ്ഞമർന്ന് നമ്മുടെ ഓരോ ആറ്റവും വേർപെട്ട് സിംഗുലാരിറ്റിയിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാത്ത അവസ്ഥയാകും എന്നും നമുക്കറിയാം. എന്നാൽ കൂപ്പർ ബ്ലാക്ക് ഹോളിനുള്ളിൽ പ്രവേശിച്ചിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. ടെസറാറ്റ് എന്ന ഒരു പ്രത്യേക സ്ഥലത്തെത്തി വളരെ സുരക്ഷിതനായി തന്നെ തിരികെ വരുന്നു. ഇതെങ്ങനെ സാധ്യമാകും? ആദ്യം നമുക്ക് കൂപ്പർ ഇറങ്ങിയ ടെസറാറ്റ് എന്ന ഈ ഒരു പ്രത്യേക സ്ഥലം എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് ഹോളിനുള്ളിൽ പ്രവേശിച്ചു കഴിയുന്ന കൂപ്പർ എത്തപ്പെടുന്നത് ടെസറാറ്റ് എന്ന ഒരു 3D പ്രദേശത്താണ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 5 ഡയമെൻഷൻ സ്പേസ് ടൈമിൽ ജീവിക്കുന്ന ഒരുപാട് പുരോഗതി പ്രാപിച്ച ദേ എന്ന പുരോഗമന സമൂഹമാണ്. ഈ കാര്യങ്ങൾ സിനിമയിൽ പറയുന്നതാണ്. 4th ഡയമെൻഷനിലുള്ള ഒരു വസ്തുവിനെ 3 ഡയമെൻഷൻ രൂപങ്ങളാക്കി ചിത്രീകരിക്കുന്നതിനെയാണ് ഫിസിക്സിൽ ടെസറാറ്റ് എന്ന് പറയുന്നത്. 3Dയിൽ ജീവിക്കുന്ന കൂപ്പറിനു വേണ്ടിയാണ് അവർ ഇതുപോലൊരു പ്രദേശം ബ്ലാക്ക് ഹോളിനുള്ളിൽ നിർമ്മിച്ചത്. 5 ഡയമെൻഷണൽ സ്പേസ് ടൈമിൽ ജീവിക്കുന്ന ദയാണ് ബ്ലാക്ക് ഹോളിനുള്ളിൽ ഇത് നിർമ്മിച്ചത് എന്ന് കൂപ്പറിനോട് ചാൾസ് പറയുന്നുണ്ട്. അതായത് 5 ഡയമെൻഷണൽ സ്പേസ് ടൈമിൽ ജീവിക്കുന്നവർക്ക് ബ്ലാക്ക് ഹോളിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിൽ വീഴുന്ന കൂപ്പറിന് സിംഗുലാരിറ്റിയിൽ അകപ്പെട്ട് അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി സിംഗുലാരിറ്റിക്ക് ചുറ്റിലുമുള്ള 5D പ്രദേശത്താണ് അദ്ദേഹത്തെ എത്തിച്ചത്. ഓരോ ഡയമെൻഷനുകളെക്കുറിച്ചും വളരെ വിശദമായി ടൈം ട്രാവൽ എന്ന വീഡിയോയിൽ ഇതിനു മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഡയമെൻഷനുകളെക്കുറിച്ച് ഒരു ധാരണ ലഭിക്കും. മനുഷ്യൻ്റെ തലച്ചോറിന് 3 ഡയമെൻഷന് മുകളിലേക്കുള്ള ഒന്നിനെയും കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് കൂപ്പറിന് വേണ്ടി മാത്രം ആ 5D പ്രദേശത്തെ അവർ 3D രൂപമാക്കി മാറ്റി. അതാണ് കൂപ്പർ ബ്ലാക്ക് ഹോളിനുള്ളിൽ വീണ് കഴിയുമ്പോൾ എത്തപ്പെടുന്ന ലൈനുകളും ക്യൂബുകളും ഉള്ള ഒരു ലൈബ്രറി പോലെ തോന്നിക്കുന്ന ടെസറാറ്റ് എന്ന പ്രദേശം. സിനിമയുടെ പല ഭാഗത്തും പരാമർശിക്കപ്പെടുന്ന പേരാണ് ദേ. സാറ്റേണിന് സമീപം വേം ഹോൾ നിർമ്മിച്ചതും ബ്ലാക്ക് ഹോളിനുള്ളിൽ ടെസറാറ്റ് നിർമ്മിച്ചതും ദേ ആണെന്നാണ് പറയുന്നത്. എന്നാൽ സിനിമയിൽ അവരെ കാണിക്കുന്നുമില്ല.
തൻ്റെ മറ്റു പല സിനിമകളും പോലെ തന്നെ ക്രിസ്റ്റഫർ നോളൻ ഇതിന് വ്യക്തമായൊരു ഉത്തരം നൽകുന്നുമില്ല. ഒരുപാട് പുരോഗതി പ്രാപിച്ചൊരു സമൂഹമാണ് എന്ന് മാത്രമേ സിനിമയിൽ പറയുന്നുള്ളൂ. എന്നാൽ ബ്ലാക്ക് ഹോളിനുള്ളിലെ സംസാരത്തിൽ കൂപ്പർ പറയുന്നത് അവർ ഭാവിയിലെ മനുഷ്യരാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ദേ എന്നത് അമേലിയ എഡ്മണ്ട് പ്ലാനറ്റിലേക്ക് കൊണ്ടുപോയ 5000 ഭ്രൂണങ്ങളിൽ നിന്നും വളർന്നു വന്ന മറ്റൊരു മനുഷ്യ സമൂഹമാകാനാണ് സാധ്യത. സ്പേസ് ടൈമിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരുപാട് പുരോഗതി പ്രാപിച്ച മനുഷ്യ സമൂഹമായിരിക്കും അവർ വരുന്നതിന് മുൻപേ തന്നെ കൂപ്പർ ബ്ലാക്ക് ഹോളിൽ വീണു എങ്കിലും പ്ലാൻ എ പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതോടെ ഭൂമിയിൽ മനുഷ്യന് വംശനാശം സംഭവിച്ചു. എഡ്മണ്ട് പ്ലാനറ്റിലേക്ക് അമേലിയെ കൊണ്ടുപോയ ഭ്രൂണങ്ങൾ മനുഷ്യരായി മാറി ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അവർ പുരോഗതി പ്രാപിച്ച ശേഷം ഭൂമിയിൽ വംശനാശം സംഭവിച്ച മനുഷ്യനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ ശനിയുടെ സമീപത്ത് ഒരു വേം ഹോൾ നിർമ്മിക്കുകയും ബ്ലാക്ക് ഹോളിനുള്ളിൽ ടെസ്സറാറ്റ് നിർമ്മിക്കുകയും ചെയ്തു. അവർ അങ്ങനെ കൂപ്പറിനെ ഉപയോഗിച്ച് മനുഷ്യവംശത്തെ രക്ഷപ്പെടുത്തുകയായിരിക്കും ചെയ്തിരിക്കുക. അവർ തന്നെയായിരിക്കും കൂപ്പറിനെ ബ്ലാക്ക് ഹോളിൽ നിന്നും തിരികെ വേം ഹോളിലൂടെ കൊണ്ടുവന്ന് ശനിയുടെ സമീപം വരെ എത്തിച്ചതും. ദയെക്കുറിച്ച് ഇങ്ങനൊരു സാധ്യതയാണ് കൂടുതൽ ആളുകളും പറയുന്നത്. എന്നാൽ ദേ എന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റുള്ള റോബോട്ടുകളാണെന്നും പറയുന്നവരുണ്ട്. ഈ സിനിമയിൽ ഉടനീളം നമ്മൾ എത്ര ചിന്തിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കൂപ്പർ ടെസ്സറാറ്റിൽ നിന്നും നൽകുന്ന കോഡുകൾ ഡീകോഡ് ചെയ്ത് എടുത്തുകൊണ്ടാണല്ലോ കൂപ്പറിന് നാസയുടെ രഹസ്യകേന്ദ്രത്തിൽ എത്താൻ സാധിച്ചത്. കൂപ്പർ അങ്ങനെ നാസയുടെ രഹസ്യകേന്ദ്രത്തിൽ എത്തിയതുകൊണ്ടാണല്ലോ ഈ ഒരു മിഷനിൽ പങ്കെടുത്തതും ബ്ലാക്ക് ഹോളിലെ ടെസ്സറാറ്റിൽ എത്തിയതും ടെസ്സറാറ്റിൽ നിന്നും ഗ്രാവിറ്റി ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിനുള്ള കോഡുകൾ നൽകി മനുഷ്യരാശിയെ രക്ഷിച്ചതും. അതായത് കൂപ്പർ നാസയുടെ രഹസ്യകേന്ദ്രത്തിൽ എത്തിയതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. പക്ഷേ നാസയുടെ രഹസ്യകേന്ദ്രത്തിൽ എത്തുന്നതിനുള്ള കോഡുകൾ നൽകിയത് ടെസ്സറാറ്റിനുള്ളിൽ നിൽക്കുന്ന കൂപ്പർ അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ് ആദ്യം സംഭവിച്ചത്? അതുപോലെ തന്നെ അമേലിയ വേം ഹോളിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ് എഡ്മണ്ട് പ്ലാനറ്റിൽ എത്തിയതും അവിടെ മനുഷ്യഭ്രൂണങ്ങളെ വളർത്തി ഒരുപാട് പുരോഗതി പ്രാപിച്ച സമൂഹമാക്കി മാറ്റിയതും. പക്ഷേ ആ പുരോഗതി പ്രാപിച്ച സമൂഹമല്ലേ ഈ വേം ഹോൾ നിർമ്മിച്ചത്? ഈ വേം ഹോൾ അവർ നിർമ്മിച്ചത് കൊണ്ടല്ലേ അമേലിയയ്ക്ക് അതിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചതും എഡ്മണ്ട് പ്ലാനറ്റിൽ എത്താൻ സാധിച്ചതും? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലേതാണ് ആദ്യം സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്ക് ആർക്കും കൃത്യമായി ഉത്തരം പറയുവാൻ സാധിക്കുകയില്ല. ഇതൊരു ടൈം ലൂപ്പാണ്. ഇതിനെ ബൂട്ട്സ്ട്രാപ്പ് പാരഡോസ് എന്നാണ് പറയുന്നത്. കൂപ്പറും സംഘവും മില്ലർ പ്ലാനറ്റിൽ ഇറങ്ങുന്നതും അവർക്ക് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. അവർ മില്ലർ പ്ലാനറ്റിൽ ഇറങ്ങുന്ന നിമിഷം മുതൽ സിനിമയിൽ ഒരു പ്രത്യേക തരത്തിലെ BGM കേൾക്കാം. അതിൽ വലിയൊരു ടെക്നിക്കൽ ബ്രില്യൻസും നമുക്ക് കാണുവാൻ സാധിക്കും. മ്യൂസിക് മാത്രം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ അവിടെ മുതലുള്ള ടെമ്പോ ഇൻക്രീസ് ആകുന്നതായി നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ഇതിലെ ഓരോ 1.25 സെക്കൻഡ് കഴിയുമ്പോഴും ടിക് എന്നൊരു ശബ്ദവും കേൾക്കാം. മില്ലർ പ്ലാനറ്റിന് ഭൂമിയേക്കാളും ഗുരുത്വാകർഷണ ബലം ഒരുപാട് കൂടുതലാണെന്നും അതുകൊണ്ട് സ്പേസ് ടൈം ഇവിടെ പതിയെ മാത്രമേ സഞ്ചരിക്കൂ എന്നും സിനിമയിൽ പറയുന്നുണ്ട്. അതായത് മില്ലർ പ്ലാനറ്റിലെ 1 മണിക്കൂർ എന്നത് ഭൂമിയിലെ 7 വർഷങ്ങളാണ്. അപ്പോൾ സെക്കൻഡിൽ കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലെ 7 വർഷങ്ങൾ എന്നത് 221 മില്യൺ സെക്കൻഡുകളാണ്. ഇതിനെ മില്ലർ പ്ലാനറ്റിലെ സമയവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മില്ലർ പ്ലാനറ്റിൽ 1 സെക്കൻഡ് ആകുമ്പോൾ ഭൂമിയിലെ 77,000 സെക്കൻഡുകൾ കടന്നു പോകും. അതായത് 21 മണിക്കൂറുകൾ. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ പ്ലാനറ്റിലെ 1 സെക്കൻഡ് എന്നത് ഏകദേശം ഭൂമിയിലെ 1 ദിവസത്തിൻ്റെ അത്രത്തോളം വരും. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ പ്ലാനറ്റിലെ 1.25 സെക്കൻഡാണ് ഭൂമിയിലെ 1 ദിവസം. ഇനി നമുക്ക് സിനിമയിലെ മ്യൂസിക്കിലേക്ക് വരാം. നായകനും സംഘവും മില്ലർ പ്ലാനറ്റിൽ കാലുകുത്തുന്ന നിമിഷം മുതൽ ഓരോ 1.25 സെക്കൻഡ് കഴിയുമ്പോഴും ഒരു ടിക് ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് മില്ലർ പ്ലാനറ്റിനുള്ളിലുള്ള സീനുകളിൽ ഓരോ ടിക് ശബ്ദം കേൾക്കുമ്പോഴും അതിൻ്റെ അർത്ഥം ഭൂമിയിലെ 1 ദിവസം കടന്നുപോയി എന്നാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിനിമയിലെ എല്ലാ മേഖലകളും അത്രത്തോളം ശാസ്ത്രീയമായ കൃത്യതകളോടെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന്. മില്ലർ പ്ലാനറ്റിൽ അപകടമെല്ലാം സംഭവിച്ച് ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ച് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നഷ്ടമായി പോയത് ഭൂമിയിലെ 23 വർഷങ്ങളാണ് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മില്ലർ പ്ലാനറ്റിൽ ഏതാനും മണിക്കൂറുകൾ ചിലവഴിച്ച ശേഷം അവർ കടന്നു ചെല്ലുന്നത് 23 വർഷങ്ങൾക്കപ്പുറത്തുള്ള ഭാവിയിലേക്കാണ്. അതായത് മില്ലർ പ്ലാനറ്റിൽ കുറച്ച് സമയങ്ങൾ ചിലവഴിച്ചുകൊണ്ട് അവർ ഭാവിയിലേക്കൊരു ടൈം ട്രാവൽ നടത്തി എന്ന് പറയാം. ഭൂമിയേക്കാളും ഒരുപാട് ഗുരുത്വാകർഷണബലം കൂടുതലുള്ള ഈ മില്ലർ പ്ലാനറ്റിൽ സംഭവിച്ചിരിക്കുന്നത് എക്സ്ട്രീം ലെവൽ ടൈം ഡൈലേഷനാണ്. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളായ സ്പേസ് ടൈം, ഗ്രാവിറ്റി, ടൈം ഡൈലേഷൻ,
പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കുമുള്ള മാസിനനുസരിച്ച് അവയിലെ സ്പേസ് ടൈമിന് എങ്ങനെ വ്യത്യാസം വരുന്നു, എങ്ങനെ നമുക്ക് ഭാവിയിലേക്ക് ടൈം ട്രാവൽ നടത്താൻ സാധിക്കും, ഭൂമിയിലായിരുന്നെങ്കിൽ 124 വയസ്സാകേണ്ടിയിരുന്ന കൂപ്പറിന് ഒരു രൂപമാറ്റവും സംഭവിക്കാതിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ടൈം ട്രാവൽ എന്ന മറ്റൊരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കാണണം. ഇതുമാത്രമല്ല, എന്താണ് ബ്ലാക്ക് ഹോൾ എന്നും ഏതെല്ലാം തരത്തിലുള്ള ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നും ബ്ലാക്ക് ഹോളിന് ഏതെല്ലാം പ്രധാന ഭാഗങ്ങൾ ഉണ്ട് എന്നുമെല്ലാം പ്രപഞ്ച രഹസ്യങ്ങൾ എന്ന മറ്റൊരു വീഡിയോയിൽ ഇതിനു മുൻപ് നമ്മൾ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോയും കാണാത്തവർ തീർച്ചയായും കാണണം. ഇൻറ്റർസ്റ്റെല്ലർ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ കയറിക്കൂടിയ സംശയങ്ങൾക്കെല്ലാം ഈ വീഡിയോകളിലൂടെ നമുക്കൊരു പക്ഷേ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചേക്കാം. ഇൻറ്റർസ്റ്റെല്ലർ സിനിമയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.